ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വൈൽഡ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. 4 മാസങ്ങൾക്ക് ശേഷം ഊട്ടിയുടെ താഴ്വരയായ മസനഗുഡിയിലേക്ക് വീണ്ടും ഒരു യാത്ര ഞാൻ നടത്തുകയുണ്ടായി. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ മസനഗുഡിയിലെത്തി. 2:30 ജീപ്പ് സഫാരി ആരംഭിച്ചു. മസനഗുഡിയിൽ ഫെബ്രുവരി മാർച്ച് മാസം എലന്തപ്പഴം പഴുക്കുന്ന സീസണാണ്. മോയാർ റോട്ടിൽ ഇരുവശവും ധാരാളം എലന്തപ്പഴങ്ങളുള്ള ചെടികളുണ്ട്. ഇത് തിന്നാനായി വന്ന കരടിയെയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ വർഷങ്ങളായി പരിചയമുള്ള രാജേഷാണ് ഈ തവണ സഫാരി ഡ്രൈവറായി കൂടെയുള്ളത്. സൗത്ത് ഇന്ത്യയിൽ തേൻകരടിയെ ധാരാളമായി കാണുന്ന സ്ഥലങ്ങളിലൊന്നാണ് മസനഗുഡി. മുമ്പ് ഇവിടെ വന്നപ്പോൾ പലതവണ കരടിയെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ നന്നായി വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ കരടി ശരിക്കൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചുറ്റും വാഹനങ്ങളും ആൾക്കാരും എല്ലാം കൂടി നിന്നിട്ടും വാഹനങ്ങൾ ഹോണടിച്ച് ബഹളം വെച്ചിട്ടും കരടി അവൻ്റെ പണി തുടരുന്നു. മരത്തിൻ്റെ മുകളിൽ കയറുന്നു, കായ കഴിക്കുന്നു, ഇറങ്ങുന്നു. മരത്തിന് ചുറ്റും നടന്ന് എലന്തപ്പഴം പറക്കി തിന്നുന്നു. കാട്ടിലെ ഏറ്റവും അപകടകാരിയായ മൃഗമായിട്ടാണ് കരടി അറിയപ്പെടുന്നത്. എപ്പോഴും താഴേക്ക് നോക്കി നടക്കുന്ന കരടി പെട്ടെന്ന് മനുഷ്യനെ കണ്ടാൽ ആക്രമിക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ കാഴ്ച വ്യത്യസ്തമാണ്. ഈ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കൂ. കൂടുതലായി ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് കരടിയെ കാണാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ വേഗം മസനഗുഡിക്ക് വിട്ടോട്ടാ. അവിടെ മോയാർ റൂട്ടിലാണ് കരടി വരുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. വേണമെങ്കിൽ നമുക്ക് സ്വന്തം വാഹനത്തിലും മോയാർ വഴിക്ക് പോകാവുന്നതാണ്. ഞാൻ ജീപ്പ് വാടകയ്ക്കെടുത്താണ് പോയത് കേട്ടോ. അതിന് കാരണം ഇവിടെ സ്ഥിരമോടുന്ന ജീപ്പ് ഡ്രൈവർമാർക്ക് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമാണ്. പിന്നെ ഇവിടുത്തെ ആനകൾ ചിലപ്പോഴൊക്കെ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞു വരാറുണ്ട്. എക്സ്പീരിയൻസുള്ള ജീപ്പ് ഡ്രൈവർമാർക്ക് ഇതൊക്കെ നല്ല പരിചയമുള്ളതിനാൽ അവർ ഇത്തരം സിറ്റുവേഷൻസൊക്കെ സ്മൂത്തായി കൈകാര്യം ചെയ്യും. എലന്തപ്പഴം കരടി മാത്രമല്ല കേട്ടോ കഴിക്കുക. മാനുകളും കുരങ്ങന്മാരും പക്ഷികളുമൊക്കെ കഴിക്കും. മനുഷ്യനും കഴിക്കാൻ അനുയോജ്യമായ പഴമാണിതെന്ന് പറയുന്നു. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈയിടെ ഒരു വീഡിയോ കണ്ടു. ഒരു എലന്തപ്പഴമുള്ള മരത്തിൽ നിന്നും ഒരു കുട്ടിക്കരടി ഇറങ്ങി വരുന്നു. അമ്മക്കരടി ഇറങ്ങാൻ സഹായിക്കുന്നു. അച്ഛൻ കരടി താഴെ നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഈ പഴം തിന്നാനായിട്ട് വേണ്ടതെന്ന് അർത്ഥം. എന്തായാലും കരടിയാണ് ഈ പഴം ഇത്ര ആസ്വദിച്ച് കഴിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് പിന്നെ കിട്ടിയൊരു ദൃശ്യം ഒരു ആനയുടെയാണ് കേട്ടോ. മസനഗുഡിയിലെ മോയാർ റോട്ടിലുള്ള കാട്ടിലൂടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പെണ്ണാന നടന്നു വരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ആളൊരു സലാമൊക്കെ തന്നു. തൊട്ടടുത്തുള്ള ഡാമിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുള്ള വരവാണ്. കാടാണെങ്കിൽ വേനലിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. വനാതിർത്തിയോട് ചേർന്നിട്ടുള്ള മരങ്ങളൊക്കെ നന്നായി ഉണങ്ങി തുടങ്ങി. മസനഗുഡി ആനകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. റോഡിൻ്റെ ഓരോ വളവിലും ഒരു കൊമ്പനെയോ ആനക്കൂട്ടങ്ങളെയോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ പ്രസിദ്ധനായ ഒരു ആനയായിരുന്നു റിവാൾഡോ. ഈ അടുത്താണത് ചെരിഞ്ഞത്. അങ്ങനെ നമ്മൾ കണ്ട ആന റോഡൊക്കെ മുറിച്ച് അപ്പുറത്തേക്ക് കിടന്നു. കാട്ടിലാണെങ്കിൽ മുള്ളുകൾ നിറഞ്ഞ വള്ളിപ്പടർപ്പുകളും വലിയ കള്ളിച്ചെടികളും ഒക്കെ കാണാം. ഇവിടെയുള്ളത് ഉഷ്ണമേഖല ഇലവഴിയും വനങ്ങളാണ്. ഇത്രയും വലിയ ശരീരം വെച്ച് ദേഹത്ത് മുറിവ് പറ്റാതെ നടക്കാൻ നല്ല മെയ്വഴക്കം തന്നെ വേണം.
ആനയെ തന്നെ ഞാനിങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അപ്പോഴാണ് കൗതുകകരമായ ഒരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കുഞ്ഞൻ മൈന ആനപ്പുറത്ത് നിന്ന് കളിക്കുന്നു. ആനകളുടെ മാത്രമല്ല, എല്ലാ മൃഗങ്ങളുടെ അടുത്തും ഇത്തരം പക്ഷികളെ കാണാം. മൃഗങ്ങളുടെ ചർമ്മത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചെള്ളു പോലെയുള്ള സാധനങ്ങളെ കൊത്തി തിന്നുകയാണ് ഇവരുടെ ലക്ഷ്യം. ഈ മസിനഗുഡി യാത്രയിൽ നമുക്ക് കുറച്ച് പക്ഷികളെ കൂടി ലഭിച്ചുട്ടാ. ആദ്യം കാണുന്നത് നമ്മുടെ ബാക്ക്ഡ് ഷെയ്ക്ക് എന്ന് പറയും. അസരക്കിളി എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് ലോങ് ടൈൽഡ് ഷെയ്ക്കാണ്. ചാരക്കുട്ടൻ ഷെയ്ക്ക് എന്നാണ് മലയാളത്തിൽ ഇതിൻ്റെ പേര്. 3 തരം ഷെയ്ക്കുകളാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ളത്. ഈ 3നെയും ഇവിടെ വളരെ സുലഭമായി കാണുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈ ഏരിയയിലാണ് ഇവരെ കൂടുതലായിട്ടും കാണുന്നത്. ദൃശ്യത്തിൽ കാണുന്നത് പ്ലം ഹെഡഡ് പാരക്കിറ്റാണ്. പൂന്തത്ത എന്നാണ് മലയാളം പേര്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തു നിന്നാണ്. മസിനഗുഡിയിൽ നിന്നൊരു 10-12 കിലോമീറ്റർ അകലെ ഊട്ടിക്ക് വളരെ അടുത്തായിട്ടുള്ളൊരു മനോഹരമായൊരു ഫാം ഹൗസിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ സ്ഥിരമായിട്ട് മൃഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇലക്ട്രിക് ഫെൻസിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ധാരാളം പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നത് കണ്ടു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസായിരുന്നു. ധാരാളം പക്ഷികളെയും അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടി. തത്തകൾ പൊതുവെ നല്ല ഭംഗിയുള്ള പക്ഷികളാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതിൻ്റെ ആണിനായാലും പെണ്ണിനായാലും നല്ല സൗന്ദര്യമാണ്. മസിനഗുഡിയിലാണെങ്കിൽ ഏതോ ഒരു കാട്ടുചെടി നന്നായി പൂത്തു നിൽക്കുകയാണ്. ആ ചെടിക്ക് ചുറ്റും ധാരാളം പക്ഷികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത് ഇപ്പോൾ ഈ പൂന്തത്തേനാണ്. അപ്പോൾ നിങ്ങൾക്ക് പക്ഷികളെയൊക്കെ കാണാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മസിനഗുഡി സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാട്ടാ. ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾക്ക് ഇപ്പോൾ മസിനഗുഡിയിലൊരു പഞ്ഞവുമില്ല. ഈ വീഡിയോ എടുത്തത് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെയാണെങ്കിൽ നിറച്ച് കൃഷി സ്ഥലങ്ങളാണ്. വിവിധ തരത്തിലുള്ള പച്ചക്കറിയൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ ഒരു തരം ചെടിയുമാണ് ഈ പക്ഷി ഇരിക്കുന്നത്, ഈ തത്ത ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ളവരോട് ചോദിച്ചപ്പോൾ ഇതെന്തെങ്കിലും തരം പച്ചക്കറിയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഇതൊരു തരം പുല്ലാണെന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നീലഗിരി കുന്നുകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മസിനഗുഡി പക്ഷികളെ നിരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സ്വർഗമാണ്. മുതുമല ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ വൈവിധ്യമാർന്ന പക്ഷികളെ ഇവിടെ കാണാൻ സാധിക്കും. നവംബർ മുതൽ മാർച്ച് മാസം വരെയാണ് പക്ഷികളെ ദർശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം. ഈ സമയത്ത് ദേശാടന പക്ഷികളും പ്രാദേശിക പക്ഷികളെയും ഒരേപോലെ നമുക്ക് കാണാൻ കഴിയും. ഈ തത്തേറെ വീഡിയോയ്ക്ക് ശേഷം വരുന്നത് ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ, മലയാളത്തിൽ നാഗമോഹൻ എന്ന് പറയുന്ന പക്ഷിയാണ്. നമ്മുടെ നാട്ടിലും ഇവരെ കാണാം. ഇവർ ദേശാടകരായിട്ട് എത്തുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ കാണാം. ഈ പക്ഷീനെ നിരീക്ഷിക്കുന്നവർക്ക് കാണാം. ഇതിന് 2 കളറിൽ കാണാം, ബ്രൗൺ കളറും വൈറ്റ് കളറും. വൈറ്റ് കളറ് നല്ല മെച്ചുവേർഡായിട്ടുള്ള മെയിലാണ്. ഈ വീഡിയോയിൽ കാണുന്നത് ഹണി ബുസാഡാണ്. തേൻ കൊതിച്ചി പെരുന്നാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേര്. ഇത് കുറേ നേരം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് വന്നു കേട്ടോ. ഈ ആനേനെ ഞങ്ങൾക്ക് കിട്ടിയത് സിംഗാര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മസിനഗുഡി പോയപ്പോൾ ഈ സിംഗാരേന്നാണ് നമുക്ക് ഗ്രേറ്റ് ഹോൺബില്ലിനെ കിട്ടിയത്. ഈ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പോയത്. പക്ഷെ അവിടുന്ന് ഈ ആനേനെ മാത്രമേ കിട്ടിയുള്ളൂ. ഇതിൻ്റെ തേറ്റ നോക്കി നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാനയും കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കാണ്ട് നമുക്ക് കുറേ നേരം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് തന്നു. ഈ ആനയുടെ ഒപ്പം വേറൊരു ആനയും കൂടി ഉണ്ടായിരുന്നു. ഇവർ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം. ആന കൂട്ടങ്ങളെയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ.
ഈ ആന എന്തോ ചെടിയൊക്കെ പറിച്ച് തിന്നാണ്. കുറേ നേരം ആന ഈ ചെടിയൊക്കെ പറിച്ച് തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ അടുത്തേക്കൊന്നും വന്നില്ല. പിന്നിലേക്ക് അതിൻ്റെ ഒരു കൂട്ടാളി നിൽക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് നടന്നു പോയി. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ കാട്ടിലേക്ക് പോകുമ്പോഴും വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കിട്ടാറുള്ളത്. കഴിഞ്ഞ തവണ പോയപ്പോൾ ഈ സെയിം സ്ഥലത്തു നിന്നാണ് നമുക്കൊരു പുലിയുടെ വീഡിയോ കിട്ടിയത്. പുലി നടന്നു പോകുന്നൊരു വീഡിയോ അത്ര വ്യക്തമായിട്ടുള്ള ഒരു ദൃശ്യമല്ല, പക്ഷേ ഇത്തിരി ഇട്ടായിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് അത്ര നന്നായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഈ സെയിം സ്ഥലത്തു നിന്നാണ് പുലീനെ കണ്ടത്. ഇപ്പം നമുക്ക് ഈ കാണുന്നത് കൊന്നമരം നന്നായി പൂത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ അവിടെ കാണുന്ന കൊന്ന തന്നെ, പക്ഷേ ഇവിടെയുള്ളതിന് ഇത്തിരി നല്ല എന്താ പറയുക, നല്ല മൂപ്പുള്ള കൊന്നയാന്ന് തോന്നുന്നു. അതിങ്ങനെ വഴിയരികിൽ ഇങ്ങനെ പൂത്തു നിന്നിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ദൃശ്യം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് 360 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാറിൽ ഇരുന്നിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് 360 ക്യാമറയുടെ ഗുണം. അപ്പോൾ ഇതിങ്ങനെ കുറേ യാത്ര ചെയ്യുന്ന വീഡിയോ ഒന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് തോന്നി. റോട്ടിലാണെങ്കിൽ വേറെ അധികം വാഹനങ്ങളൊന്നുമില്ല. ഇത് മസനഗുഡിയിൽ നിന്ന് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ കാഴ്ച നല്ല രസമായിട്ട് തോന്നിയപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്തതാട്ടോ. ഇതിന് ശേഷം വരുന്നത് ഒരു മയിലിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്തേക്ക് പോയാലും മയിലിനെ കാണാത്ത സ്ഥലമില്ല. നമ്മുടെ നാട്ടിലായാലും അത് മയിലില്ലാത്ത സ്ഥലമില്ല. പിന്നെ ഇതിനിപ്പോൾ എന്തിനാണ് അതിൽ ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല എന്താ പറയുക, നല്ല ക്ലോസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ വീഡിയോ എടുക്കാൻ കിട്ടിയത്. ഇതിനാണെങ്കിൽ ഒരു പേടിയുമില്ല. അപ്പോൾ ഇതിനിപ്പോൾ നല്ല അടുത്തുനിന്ന് നല്ല രസമായിട്ട് നമുക്കിതിനെ വീഡിയോ എടുക്കാൻ പറ്റി. അതാണ് ഇതിനെ ഞാൻ ഈ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ കൊക്കും അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കി എത്ര നല്ല രസമായിട്ടുണ്ട്. ഒരു ജിറാഫിൻ്റെ കഴുത്തിൻ്റെ ഡിസൈൻ പോലെയുണ്ട് ഇതിൻ്റെ ഈ ചുണ്ടും കൊക്കൊക്കെ. അപ്പോൾ ഇത്ര ക്ലോസ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ കിട്ടില്ലല്ലോ. അത് കാരണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. മയിലിൻ്റെ വീഡിയോയ്ക്ക് ശേഷം വരുന്നത് തിത്തിരി പക്ഷിയാണ്. തിത്തിരി പക്ഷി ഇല്ലാത്ത സ്ഥലമില്ല. മയിലിനെ പോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇവയെ ധാരാളം നമ്മൾ കാണാറുണ്ട്. നമ്മുടെ നാട്ടുമ്പുറത്തും ഇത് സുലഭമായിട്ട് കാണാം. പിന്നെ ഇത്രയും ക്ലോസ് ആയിട്ട് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ തിത്തിരി പക്ഷി നിന്ന് തരില്ല. നമ്മളിതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോഴേക്കും പറന്നു പോകും, അല്ലെങ്കിൽ നമ്മളെ ഓടിപ്പിക്കാനായിട്ട് നമ്മുടെ തലയ്ക്ക് ചുറ്റും കിടന്ന് നടക്കണതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട് അവിടെ പരിസരത്തിനുണ്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇതിന് യാതൊരു പേടിയില്ല. അതാണ് ഇതിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഈ കാണുന്നത് നമ്മുടെ ഹൂപ്പാണ്. ഇംഗ്ലീഷിൽ ഹൂപ്പ് എന്ന് പറയും, മലയാളത്തിൽ ഉപ്പൂപ്പൻ എന്ന് പറയും. ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയാണ് ഈ ഹൂപ്പ്. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ ഒക്കെ ഇതാദ്യം ദേശാടന പക്ഷിയായിട്ട് വിരുന്ന് വന്നവരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും കേരളത്തിൽ തന്നെ കൂടൊക്കെ വെച്ച് കുട്ടികളൊക്കെ വിരിയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾക്ക് പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ നോക്കിയ ആൾക്കാർ ബീർ കുപ്പിയും അതുപോലെ ബീറിൻ്റെ ക്യാനും ഒക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞേക്കണ കണ്ടോ. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാകും. കഴിഞ്ഞ തവണ പോയപ്പോൾ ഇഷ്ടം പോലെ മാനിൻ്റെ കൂട്ടങ്ങളൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അധികം മാനിനൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ ഇത് കാണുന്നത് കാട്ടുകോഴിയാണ്. കാട്ടുകോഴീനെ അവിടെ ഇതേപോലെ കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കാടുകളിലൊക്കെ നമ്മളെ കാണുമ്പോഴേക്കും ഇവർ ഓടി രക്ഷപ്പെടും. പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികളുടെ ബഹളവും ആളുകളുടെ തിരക്കൊക്കെ കേട്ട് ഇവർക്ക് നല്ല പരിചയമാണ്. അത് കാരണം നമുക്ക് നൈസായിട്ട് നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും.
ഈ വീഡിയോയിൽ കാണുന്ന പക്ഷി ബ്ലൂ ഫേസ്ഡ് മൽഹോവ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. നമ്മുടെ നാട്ടിലുള്ള പേര് നീലക്കണ്ണൻ പച്ചച്ചുണ്ടെന്നാണ്. ഇത് അത്ര വ്യക്തമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല, എന്നാലും എനിക്ക് ഇതിനത്ര ക്ലിയറായിട്ട് നമ്മുടെ അവിടേക്ക് ഉണ്ടെങ്കിലും കിട്ടിയിട്ടില്ല. അത് കാരണം അതിലിട്ടതാണ്. പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രഹ്മണി സ്റ്റാർലിംഗ് ആണ്. വീഡിയോ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറൊക്കെ തന്ന് സഹായിക്കുക.